പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. വളരെ അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല ദിവസം കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നു. ഈ പ്രഭാതത്തിലും നമ്മുടെ ജീവനും ഭക്തിക്കും ആധാരമായ ദൈവവചന ചിന്ത നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് കോറിയിടുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ധനവും ബഹുമാനവും നിങ്കൽ നിന്നു വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ഈ തിരുവചന ഭാഗത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഇവിടെ ദൈവത്തിൻ്റെ ശക്തിയെ പ്രകീർത്തിക്കുന്ന അനുഗ്രഹീതമായൊരു വാക്യമാണ്. നമ്മുടെ ദൈവത്തിനുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ധനവും ബഹുമാനവും, അതുമാത്രമല്ല സർവത്തെയും ഭരിക്കുവാൻ ശക്തിയും ബലവും. ഇതിൻ്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. നാം പലപ്പോഴും നമ്മുടെ കർത്താവിനെ വളരെ ചെറുതായി കാണുന്നത് കൊണ്ടാണ് നമ്മുടെ വിഷയങ്ങളുടെ പരിഹാരം നമുക്ക് കാണുവാൻ കഴിയാതിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് കൊടുക്കേണ്ട മാനവും മഹത്വവും ബലവും ശക്തിയും ഒക്കെ നാം ദൈവത്തിന് കൊടുത്തേ. ദൈവത്തോട് നാം പറഞ്ഞപ്പാ, അങ്ങല്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ വേറെ ആരുമില്ല, എൻ്റെ വിഷയത്തിന് പരിഹാരം തരാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ഈ പ്രഭാതത്തിൽ നാം വിശ്വസിച്ചാൽ, ഈ 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ നാം ഇങ്ങനെ വായിക്കുമ്പോൾ ധാരാളം പ്രാവശ്യം ദൈവത്തിൻ്റെ ശക്തിയെ പ്രകീർത്തിക്കുന്ന നിരവധി വേദഭാഗങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഈ 29-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വത്തെയും ദൈവത്തിൻ്റെ ബലത്തെയും പ്രകീർത്തിക്കുകയാണ്. ആരുടെ സന്ദേശമാണിത്? ഇസ്രായേലിൻ്റെ മധുരഗായകനായ, ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദ് സർവ്വസഭയോടും പറഞ്ഞത്, ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവുമുള്ളവൻ, പ്രവൃത്തി വലിയതുമാകുന്നു, മന്ദിരം മനുഷ്യനല്ല യഹോവയായ ദൈവത്തിനത്രേ. 2-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഞാൻ എൻ്റെ സർവബലത്തോടും കൂടെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്നും, വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും, താമ്രം കൊണ്ടുള്ളവയ്ക്ക് താമ്രവും ഒക്കെ പണിയും എന്ന് ദാവീദ് വിചാരിച്ചു. ദാവീദ് പറയുന്നത് തൻ്റെ സർവബലവും ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടി ആലയം പണിയാൻ, തൻ്റെ സകല മഹത്വവും ഉപയോഗിച്ച് പണിയാൻ ദാവീദ് ആഗ്രഹിച്ചുവെങ്കിലും ദാവീദിൻ്റെ ബലത്തെക്കാൾ ശക്തനായ, ദാവീദിൻ്റെ മഹത്വത്തെക്കാൾ ശക്തനായ ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തെയാണ് നാം വലുതായി കാണുന്നതെങ്കിൽ നമ്മുടെ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. അല്ല, നാം ആണ് വലിയത്, എന്നെക്കൊണ്ട് സകലതും കഴിയുമെന്നാണ് നമ്മുടെ വിചാരമെങ്കിൽ, സ്നേഹിത പറയട്ടെ, നമ്മുടെ പ്രവൃത്തികളെയൊക്കെ ഇടിച്ചു കളയുവാൻ നിസ്സാരമായ സമയം മതി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്.
25-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യരുടെ കൈവേലയെ അവൻ ഇടിച്ചു കളയുന്നു എന്നാണ്. നമുക്കറിയാം, നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് തൻ്റെ മഹത്തുക്കൾക്ക് ഒരു വലിയ വിരുന്നൊരുക്കി താൻ അതിൻ്റെ അകത്ത് ആടിത്തിമിർത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബലമുള്ള കരം ആ ഭിത്തിയിൽ എഴുതുകയാണ്. ബെൽഷസ്സറിനോട് പറഞ്ഞത്, ഞാൻ നിന്റെ വാസം കാട്ടിൽ ആക്കും, മൃഗങ്ങളോട് കൂടെ ആക്കുമെന്നാണ്. സ്വന്തം പ്രതാപം എടുത്തു കാണിക്കുവാൻ ആഗ്രഹിച്ചവരാരൊക്കെയുണ്ടോ? നമുക്കറിയാം, പുതിയ നിയമത്തിലെ ഹേരോദാവ് സ്വന്തം മഹത്വം എടുത്തു കാണിച്ചപ്പോൾ ദൈവം ഒന്ന് തൊട്ടു, അവൻ കൃമിക്ക് ഇരയായെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ പറഞ്ഞു നിർത്താം, നമ്മുടെ മഹത്വവും നമ്മുടെ ബലവും നമ്മുടെ സ്വാധീനതയും നമ്മുടെ കുലശ്രേഷ്ഠതയും എല്ലാം മാറ്റിവെച്ചിട്ട് ഈ പ്രഭാതത്തിൽ കർത്താവിനോട് പറയാം, അപ്പ അങ്ങയുടെ ബലം എന്നിൽ ഭരിക്കട്ടെ, അങ്ങയുടെ ശക്തി എന്നിൽ ഭരിക്കട്ടെ, അങ്ങെന്നിൽ വാഴണമേ എന്നീ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കൽപ്പിക്കപ്പെട്ട ദൈവികാലോചനയ്ക്കായി സ്തോത്രം. സകല പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.